സൗദി അറേബ്യയിൽ രാജ്യസുരക്ഷയ്ക്ക് പ്രത്യേക കേന്ദ്രം രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ഭരണാധികാരി സൽമാൻ രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സൗദിയിലെ പ്രഥമ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നിയമനം അംഗീകരിച്ച് രാജകൽപ്പനയും പുറപ്പെടുവിച്ചു. പുതുതായി രൂപീകരിച്ച രാജ്യസുരക്ഷാ കേന്ദ്രം റോയൽ കോർട്ടിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഗുഫൈലിനെ നിയമിച്ചു. ഇതു സംബന്ധിച്ച ഉത്തരവ് ഭരണാധികാരി സൽമാൻ രാജാവ് പുറപ്പെടുവിച്ചു. അയൽ രാജ്യങ്ങളിലെ സംഘർഷങ്ങളും തീവ്രവാദ ഭീഷണിയും പരിഗണിച്ചാണ് രാജ്യസുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹൈൽ ഗവർണർ അമീർ സഊദ് ബിൻ അബ്ദുൽ മുഹ്സിനെ രാജാവിന്റെ ഉപദേഷ്ടാവായി നിയമിച്ചു. ഹൈൽ ഗവർണറായി അമീർ അബ്ദുൽ അസീസ് ബിൻ സഅദിനെ നിയമിച്ച് ഉത്തരവും പുറപ്പെടുവിച്ചു. അതിനിടെ ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി റദ്ദാക്കിയ അലവൻസുകൾ പുനഃസ്ഥാപിച്ചത് സർക്കാർ ജീവനക്കാർ സ്വാഗതം ചെയ്തു. സാമൂഹിക മാധ്യമങ്ങൾ ഭരണാധികാരി സൽമാൻ രാജാവിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചു. യമൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികർക്കും സൗദി അതിർത്തിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഭടന്മാർക്കും 2 മാസം അധിക ശമ്പളം ബോണസായി വിതരണം ചെയ്യും. സൗദി പാഠ്യപദ്ധതി അനുസരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാർഷിക പരീക്ഷ റമദാന് മുൻപ് പൂർത്തിയാക്കും. രാജാവിന്റെ മകൻ ഖാലിദ് ബിൻ സൽമാനെ അമേരിക്കൻ പ്രസിഡന്റായി നിയമിച്ചതായും രാജകൽപ്പന വ്യക്തമാക്കി. മന്ത്രിമാരും ഗവർണറും ഉന്നത തസ്തികകളിലെ നിയമനങ്ങളും ഉൾപ്പെടെ 43 രാജകൽപ്പനകളാണ് റോയൽ കോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. മാതൃഭൂമി ന്യൂസ്, റിയാദ്. സൗദി അറേബ്യയുടെ 10ാമത് അമേരിക്കൻ അംബാസിഡറായി നിയമിതനായ ഖാലിദ് ബിൻ സൽമാൻ ഭരണാധികാരി സൽമാൻ രാജാവിന് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. സൽമാൻ രാജാവിന്റെ മകനായ ഖാലിദ് സൗദി റോയൽ എയർഫോഴ്സിൽ പൈലറ്റായിരുന്നു. കിങ് ഫൈസൽ എയർ അക്കാദമിയിൽ നിന്നും എയ്റോ സയൻസിൽ ബിരുദം നേടിയ ഖാലിദ് ബിൻ സൽമാൻ അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിൽ ഉന്നത പഠനം നടത്തി. ദേശീയ അന്തർദേശീയ സുരക്ഷയായിരുന്നു പഠന വിഷയം. അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് വാർഫെയറിൽ പാരീസിലും ഉന്നത പഠനം നടത്തി. ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ സെക്യൂരിറ്റി സ്റ്റഡീസിൽ മാസ്റ്റർ ബിരുദത്തിന് പഠിക്കുന്നതിനിടെ വിവിധ ജോലികളിൽ നിയമിതനായി. മിസിസിപ്പിയിലെ കൊളംബസ് എയർഫോഴ്സ് ബേസിൽ ടക്സാൻ 6, T-38 എന്നീ വിമാനങ്ങളിലെ പൈലറ്റായിട്ടാണ് ഖാലിദ് ബിൻ ഫൈസൽ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് സൗദി ദഹ്റാനിലെ കിങ് അബ്ദുൽ അസീസ് എയർബേസിൽ ടെക്നിക്കൽ ഇന്റലിജൻസ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു. അതോടൊപ്പം F-15S വിമാനങ്ങളുടെ പൈലറ്റുമായിരുന്നു. ഫൈറ്റർ പൈലറ്റായി 1000 മണിക്കൂർ യുദ്ധവിമാനം പറത്തിയിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ്സിനെതിരെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള ആഗോള സഖ്യസേനയിൽ സൗദി എയർഫോഴ്സിൽ അംഗമായിരുന്നു. യമനിൽ ഹൂത്തികൾക്കെതിരെ അറബ് സഖ്യസേന നടത്തിയ വ്യോമാക്രമണങ്ങളിലും ഫൈറ്റർ വിമാനം പറത്തിയിരുന്നു. നേവാഡയിലെ നെല്ലിസ് എയർബേസിൽ അമേരിക്കൻ സൈനികർക്കൊപ്പം പരിശീലനം നേടിയിട്ടുള്ള ഖാലിദ് സൗദി എയർഫോഴ്സിലെ മികച്ച സേവനത്തിന് ഓപ്പറേഷൻ സൗത്ത് ഷീൽഡ് മെഡൽ, ബാറ്റിൽ ഫീൽഡ് മെഡൽ, വർക്ക്മാൻഷിപ്പ് മെഡൽ എന്നിവ നേടി. അപകടത്തിൽ പുറത്തുണ്ടായ പരിക്കിനെ തുടർന്ന് പൈലറ്റ് ജോലി ഉപേക്ഷിച്ച് പ്രതിരോധ മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു. കഴിഞ്ഞ വർഷം അമേരിക്കൻ എംബസിയിൽ ഉപദേഷ്ടാവായി നിയമിതനായ ഖാലിദിന്റെ പുതിയ ദൗത്യം സൗദി US നയതന്ത്രത്തിൽ പുതിയ ചുവടുവെപ്പായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, റിയാദ്. നിർമ്മാണം പൂർത്തിയാവുന്നതോടെ അബുദാബിയിലെ പ്രധാന ഗവൺമെന്റ് ഓഫീസുകൾ സായിദ് സിറ്റിയിലേക്ക് മാറ്റുമെന്ന് ഗവൺമെന്റ് വൃത്തങ്ങൾ അറിയിച്ചു. അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും മുഹമ്മദ് ബിൻ സായിദ് സിറ്റിക്കും ഇടയിലായിട്ടാണ് സായിദ് സിറ്റി. 2020ഓടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സായിദ് സിറ്റിക്ക് 45 ചതുരശ്ര കിലോമീറ്ററാണ് വലിപ്പമുള്ളത്. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒത്തുചേർന്ന നിർമ്മിതികളാണ് ഇവിടെ ഉയരുന്നത്. സായിദ് സിറ്റി യാഥാർത്ഥ്യമാകുന്നതോടെ മുഴുവൻ ഗവൺമെന്റ് ഓഫീസുകളും അബുദാബിയിൽ നിന്ന് നിർബന്ധമായും മാറുമെന്ന് അബുദാബി അർബൻ പ്ലാനിംഗ് കൗൺസിലിലെ പ്ലാനിംഗ് ആൻഡ് പോളിസി വകുപ്പ് സീനിയർ പ്ലാനിംഗ് മാനേജർ ഹമദ് അൽ മുത്വ അറിയിച്ചു. ഈ മാറ്റത്തിലൂടെ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറച്ച് ആളുകൾക്ക് സൗകര്യമായി ഓഫീസുകളിൽ എത്തുവാനും സഹായിക്കും. മാതൃഭൂമി ന്യൂസ്, അബുദാബി. വെള്ളിയാഴ്ചകളിൽ ദുബായ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പൂർണ്ണമായും അടച്ചിടും. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടേതാണ് തീരുമാനം. വ്യാഴാഴ്ച രാത്രി 10-ന് അടയ്ക്കുന്ന പാലം ശനിയാഴ്ച രാവിലെ 6-നായിരിക്കും തുറക്കുക. ദുബായ് കനാൽ തുറന്നതോടെ കൂടുതൽ കപ്പലുകളും ബോട്ടുകളും ക്രീക്ക് വഴി സഞ്ചരിക്കാൻ തുടങ്ങിയതാണ് തീരുമാനത്തിന് കാരണം. എന്നാൽ ഫ്ലോട്ടിംഗ് പാലം അടച്ചിടുന്ന അത്രയും സമയം മക്തൂം പാലം വഴി സൗജന്യ യാത്ര അനുവദിക്കുമെന്നും RTA ട്രാഫിക് ആൻഡ് റോഡ്സ് ഏജൻസി CEO മൈത്ത ബിൻ അദായ് വ്യക്തമാക്കി. വെള്ളിയാഴ്ചകളിലെ വാഹന ഒഴുക്കിനെ കുറിച്ച് കൃത്യമായ പഠനം നടത്തിയതിനു ശേഷമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത്. പൊതുവെ ഗതാഗത തിരക്ക് കുറവായിരിക്കുമെന്നതിനാൽ വെള്ളിയാഴ്ച ഉണ്ടാകുന്ന വാഹന
വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ മക്തൂം ഗറൂദ് പാലങ്ങളും ഷിൻഡക്കാർ ടണലും പര്യാപ്തമായിരിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ദുബായ്. അബുദാബിയിലെ ഭക്ഷണപ്രിയരുടെ കൂട്ടായ്മയായ ഫുഡ് കലവറയുടെ വിശേഷങ്ങളാണ് ഇനി. 100-ൽ പരം വ്യത്യസ്ത വിഭവങ്ങൾ ഒരുക്കിയാണ് ഫുഡ് കലവറയിലെ അംഗങ്ങൾ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. വ്യത്യസ്തമായ പലഹാരങ്ങളും ഭക്ഷ്യവിഭവങ്ങളാലും സമ്പന്നമായിരുന്നു രുചി വൈവിധ്യങ്ങളുടെ കലവറയായിരുന്ന ഫുഡ് ഫെസ്റ്റിവൽ. കേരളത്തിന്റെ വിവിധ ജില്ലകളിലെ രുചി വൈവിധ്യങ്ങൾ ഒരു കുടക്കീഴിൽ തയ്യാറാവുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയുമാണ് ഫുഡ് കലവറ കൂട്ടായ്മയിലെ ഭക്ഷണപ്രേമികൾ. നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. ഇന്നൊരു ഏകദേശം ഒരു 55ഓളം ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പങ്കെടുത്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ഒരുപാടുണ്ടായിരുന്നു. മലബാർ വിഭവങ്ങൾ, ഒരുപാട് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ചിക്കൻ, മട്ടൺ, ബീഫ്, സ്നാക്സ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ടായിരുന്നു പാചക മത്സരം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ 60ഓളം തനത് വിഭവങ്ങൾ ഒത്തുകൂടിയവർക്ക് നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങളായി. എല്ലാം നല്ല ഐറ്റംസ് ആയിരുന്നു. എല്ലാം സൂപ്പറായി. ഞങ്ങൾ 5 കാറ്റഗറിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഫുഡ് കലവറയിലെ തന്നെ 50 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അബുദാബി സഫ്രാൻ പാർക്കിലാണ് കുടുംബ സംഗമവും ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചത്. ഇതിന്റെ ഇന്നത്തെ പാചക വിഭവങ്ങളുടെ ഒരു മത്സരം നമ്മൾ നടത്തേണ്ടായി. വളരെ നല്ല പാർട്ടിസിപ്പേഷനാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കൂട്ടായ്മ, ഭക്ഷണപ്രിയരുടെ കൂട്ടായ്മ വലിയ രീതിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഫെസ്റ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വീട്ടമ്മമാരും കുട്ടികളുമായി 200ഓളം പേർ പങ്കെടുത്ത ഫുഡ് ഫെസ്റ്റ് 2017ന്റെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും കൂടെ ചേർന്നപ്പോൾ രുചിക്കൂട്ടുകൾക്ക് കൂടുതൽ നിറപ്പകട്ടേകി. മാതൃഭൂമി ന്യൂസ്, അബുദാബി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വഴികാട്ടികൾ ആവുകയാണ് ഖത്തറിലെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ. ആരും പഠിപ്പിക്കാതെ തന്നെ സഹജീവികളെ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള സന്നദ്ധത അറിയിക്കുകയാണ് ഈ കുട്ടികൾ. ജീവകാരുണ്യ മേഖലയിൽ വർത്തമാനകാലത്തിന് മികച്ച മാതൃകയാവുകയാണ് ഈ കുരുന്നുകൾ. 5ലും 6ലുമൊക്കെയാണ് പഠിക്കുന്നതെങ്കിലും സഹജീവികളോട് കരുണ കാണിക്കാനും കിട്ടുന്നവണ്ണം അവരെ സഹായിക്കാനും നൽകുന്നതിലൂടെ മുതിർന്നവരെ പോലും കരുണയുടെയും സഹജീവി സ്നേഹത്തിനെയും പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ കുട്ടികൾ. വിശേഷ അവസരങ്ങളിൽ ബന്ധുക്കളും മറ്റും നൽകുന്ന പണവും രക്ഷിതാക്കൾ നൽകുന്ന പോക്കറ്റ് മണിയുമൊക്കെ ചേർത്ത് വെച്ചാണ് ദുരിതമനുഭവിക്കുന്ന ഇന്ത്യക്കാരായ വീട്ടുസഹായികളുടെ പുനരധിവാസ സമാഹരണ ഫണ്ടിലേക്ക് തുക കൈമാറിയത്. ഇന്ത്യൻ എംബസിയിലെത്തി കുട്ടികൾ നേരിട്ടാണ് അംബാസിഡർ പി കുമറിന് തുക കൈമാറിയത്. ഫാത്തിമ റിസ ആരിഫിന്റെ നേതൃത്വത്തിലാണ് ഷൈഖ സലാം, ഹവാസുൻ ഷമീം, നസീൻ നിസാർ, റിസാന സലീം, ആയിഷ അഫീദ, റന റഷീദ്, ഷിബില ജിസാദ്, സഫ, ഹിബ, ഷാബിൽ എന്നിവർ എംബസിയിലെത്തിയത്. കുരുന്നുകളുടെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അത്ഭുതം കൂറിയ അംബാസിഡർ അവരെ അഭിനന്ദിക്കുകയും ഏറെ നേരം കുട്ടികൾക്കൊപ്പം ചെലവഴിക്കുകയും ചെയ്തു. ഖത്തറിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥിനികളാണിവർ. കൂട്ടുകാരെല്ലാവരും ചേർന്നാണ് കയ്യിലുള്ള തുക അനാവശ്യമായി ചെലവാക്കാതെ നിർധനർക്കായി നൽകാനുള്ള തീരുമാനമെടുത്തത്. ശാന്തിനികേതനിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായി ഫാത്തിമ റിസ ആരിഫയാണ് നിർധനർക്ക് നൽകാനായി പണം സ്വരൂപിക്കാൻ തുടക്കമിട്ടത്. ഫാത്തിമയ്ക്ക് പിന്തുണ നൽകി കൂട്ടുകാരികളും എത്തി. മാതാപിതാക്കളും കുട്ടികൾക്ക് പിന്തുണ നൽകി. ഷോപ്പിംഗ് സമുച്ചയങ്ങളിലെ ചാരിറ്റി ബോക്സുകളിൽ പണം നിക്ഷേപിക്കാനാണ് കുട്ടികൾ ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഫാത്തിമയുടെ പിതാവായ ആരിഫാണ് ദുരിതമനുഭവിക്കുന്ന വീട്ടുസഹായികൾക്കായുള്ള പുനരധിവാസ ഫണ്ടിലേക്ക് തുക നൽകാൻ നിർദ്ദേശിച്ചത്. ദുരിതമനുഭവിക്കുന്നവർക്കായുള്ള ഈ കുരുന്നുകളുടെ സന്നദ്ധത ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും കിട്ടുന്ന പണം സൂക്ഷിച്ച് നിർധനർക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാനുള്ള ഒരുക്കത്തിലാണ് ഫാത്തിമയും സംഘവും. മാതൃഭൂമി ന്യൂസ്, ഖത്തർ. കൊല്ലം ജില്ലാ KMCC ദുബായ് KMCC അൽബർഹ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച കൊല്ലം ഫെസ്റ്റ് ശ്രദ്ധേയമായി. വാശിയേറിയ പാചക മത്സരത്തിൽ പാചകറാണിയായി മലപ്പുറത്തു നിന്നുള്ള ഷിജാബി പാചകറാണി പട്ടം കരസ്ഥമാക്കി. വാശിയേറിയ മൈലാഞ്ചിയിടൽ മത്സരത്തിൽ 1ാം സ്ഥാനം കണ്ണൂരിൽ നിന്നുള്ള വാഫ ഫാസിൽ സ്വന്തമാക്കി. ഇടവേള.